നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഡോക്ടർ ടി.പി. സേതുമാധവൻ സാറാണ്. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണൻ. കേരളത്തിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ചവിട്ടുപടികൾ എളുപ്പത്തിൽ കയറിപ്പോകുന്നതിന് സഹായിച്ച ഒരു വ്യക്തിത്വമാണ് സേതുമാധവൻ സാർ. ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരുന്നു കൊണ്ടാണ് ഭാവി രൂപപ്പെടുത്തുന്നത്. ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സാധിച്ചത്. വളരെ പഴയ സൗഹൃദമാണ് ഡോക്ടർ സേതുമാധവൻ സാറുമായിട്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഈ സാറേ, ഇപ്പോൾ ഈ +2 SSLC റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ +2 കഴിയുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് പരീക്ഷ റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് റിസൾട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവർക്കും റിസൾട്ട് ഇപ്പോൾ ജനറൽ റാങ്കിൽ മെഡിസിൻ എത്ര റാങ്ക് വരെ അഡ്മിഷൻ കിട്ടും, എൻജിനീയറിങ്ങിന് എത്ര വരെ കിട്ടും, മറ്റ് സംവരണ വിഭാഗത്തിൽ ഇതേക്കുറിച്ചാണ് ഇപ്പോൾ കാര്യമായിട്ട് അവർ ആദ്യം പിടിച്ച് നിൽക്കുന്നത്. അതേക്കുറിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം +2 കഴിയുമ്പോഴേ ഒരു പ്രവേശന പരീക്ഷകളുടെ ഒരു നിര തന്നെയുണ്ട്. യഥേഷ്ടം പ്രവേശന പരീക്ഷകളാണ്. പക്ഷേ ദേശീയ തലത്തിൽ പ്രവേശന പരീക്ഷകൾ എന്ന് പറയുമ്പോൾ +2 സയൻസ് ബയോളജി ഗ്രൂപ്പ് എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് പരീക്ഷ ഒരു വലിയ കിറാമുട്ടിയാണ്. ഏതാണ്ട് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ വർഷം നീറ്റ് പരീക്ഷ എഴുതിയത്. അതുപോലെ ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT, അതുപോലെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ എന്നിവിടങ്ങളിലേക്കുള്ള ജോയിൻ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, മെയിൻ, അതുപോലെ JEE അഡ്വാൻസ്ഡ് പരീക്ഷയും അതിൻ്റെ റാങ്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തലുകളും ഇന്ന് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയും നടന്നു. പലപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ സലീം സൂചിപ്പിച്ച പോലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കയുണ്ട്. ഏത് കിട്ടും, ഏതായിരിക്കും അവർക്ക് ലഭിക്കാനുള്ള കോഴ്സ് എന്നൊക്കെ. അതോടൊപ്പം തന്നെ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് UG CUET നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അർത്ഥത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിലയിരുത്തലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഏതാണ്ട് ഏതൊക്കെ കിട്ടുമെന്നതിനെ കുറിച്ചിട്ട് അവർക്കൊരു ധാരണയുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. പലപ്പോഴും അവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻവർഷങ്ങളിലെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. എത്ര മാർക്കാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് അവർക്ക് പ്രവേശന പരീക്ഷയുടെ ഇൻഡെക്സ് അഥവാ സൂചിക നോക്കിയാൽ മനസ്സിലാവും. മുൻവർഷങ്ങളിൽ കഴിഞ്ഞ 3 വർഷങ്ങൾ എത്രത്തോളമാണ് അവസാന റാങ്ക്, കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തണം. തീരെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അത്തരം കോഴ്സുകൾക്ക് കാത്തിരിക്കാതെ മറ്റു കോഴ്സുകൾക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. +2 മാർക്ക് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോഴ്സുകൾക്കപ്പുറം ഒരുപാട് കോഴ്സുകളുണ്ട്. പ്രവേശന പരീക്ഷകൾ ഇല്ലാതെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രാജ്യത്തെ ബിരുദ പ്രോഗ്രാമുകൾ യഥേഷ്ടമുണ്ട്. മാത്രമല്ല, ലോകത്താകമാനം വലിയ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡാറ്റാ സയൻസ്, ഡാറ്റാ മാനേജ്മെൻറ്റ്, ഓട്ടോമേഷൻ തുടങ്ങിയ വലിയ മാറ്റങ്ങൾ ലോകത്ത് പ്രകടമാണ്. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഗ്ലോബൽ സ്കിൽസ് 2023 ജോബ് സ്കിൽസ് 2023 റിപ്പോർട്ട് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും 2040 ILO പറയുന്നത് മൊത്തം തൊഴിൽ മേഖലയിൽ 40% തൊഴിലുകൾ അപ്രത്യക്ഷമാകും, പുതിയ തൊഴിലുകൾ വരും. പക്ഷേ ഈ വരുന്ന പുതിയ തൊഴിലുകൾ ഭാവി സ്കില്ലിനെ ആശ്രയിച്ചിരിക്കും. ഭാവി സ്കിൽ എന്ന് പറയാൻ കാരണം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ്, മനോഭാവം, തൊഴിൽ നൈപുണ്യം അഥവാ സ്കില്ലാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കില്ലിൻ്റെ കുറവാണ് അൺഎംപ്ലോയ്മെൻറ്റ് അതായത് തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. അപ്പോൾ മികച്ച സ്കിൽ കൈവരിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞിടത്തേക്ക് തന്നെ വീണ്ടും വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മികച്ച തൊഴിൽ കോഴ്സുകൾ ഏത് എന്നുള്ളത്. ടെക്നോളജി ഇൻ്റർവെൻഷൻ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കോഴ്സുകൾ പ്രാധാന്യത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അഗ്രികൾച്ചറും ടെക്നോളജിയും ചേർന്ന് അഗ്രിടെക്, ഫൈനാൻസും ടെക്നോളജിയും ചേർന്നുകൊണ്ട് ഫിൻടെക്, അതുപോലെ തന്നെ ഹെൽത്ത് കെയറും ടെക്നോളജിയും ചേർന്ന് ഫിൻടെക്, നിർമ്മാണ മേഖലയിൽ ഇൻഡസ്ട്രി രംഗത്ത് ടെക്നോളജിയുടെ പ്രാധാന്യത്തോടു കൂടി മാനുഫാക്ചറിങ്, അതുപോലെ IT എനേബിൾഡ് മേഖല,
ഇൻ്റലിജൻസ്, പ്രോസസ് ഓട്ടോമേഷൻ, ക്ലൗഡ് പ്രോസസ്സിംഗ്, ഇങ്ങനെ നിരവധി മേഖലകളിൽ മാറ്റങ്ങൾ പ്രകടമാണ്. അപ്പോൾ ഒരുപക്ഷെ 12ാം ക്ലാസ്സിന് ശേഷം കാലഹരണപ്പെട്ട പല കോഴ്സുകളും ചെയ്യുന്നതിനപ്പുറം പുതിയ പുത്തൻ മേഖലകളിലേക്കും പുതിയ തൊഴിൽ മേഖലകളിലേക്കും ചേക്കേറാൻ ഉതകുന്ന പുത്തൻ കോഴ്സുകൾ കണ്ടെത്തുന്നതിൽ തെറ്റില്ല. അതിൽ ടെക്നോളജി ഇൻ്റർവെൻഷൻ എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തണം. കോഴ്സിൻ്റെ പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻവർഷങ്ങളെ പോലെയല്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുമ്പോൾ സ്കില്ലിന് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. +2 കഴിഞ്ഞ് ഒരു ബിരുദ പ്രോഗ്രാമിന് പോകുമ്പോൾ വിദ്യാർത്ഥി പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മികച്ച ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളജ് ഇന്ന് അത്യന്താപേക്ഷിതമാണ്. പതിവായിട്ടൊരു ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും വായിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി രൂപപ്പെടുത്തിയെടുക്കണം. ഇതിനപ്പുറം 1-2 കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, പൈത്തൺ, അതുപോലെ ജാവ ഔട്ട്രീച്ച്, R ലാംഗ്വേജ്, C++ തുടങ്ങി ഏതെങ്കിലും 2 കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ പഠിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലോകത്താകമാനം പഠിച്ച മേഖലയിൽ തന്നെ തൊഴിൽ ചെയ്യുന്നവരുടെ ശതമാനം 12% മാത്രമാണ്. 88% പുതിയ മേഖലകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ബിരുദധാരികൾക്ക് താല്പര്യം IT-യിലാണെങ്കിൽ അവർക്ക് IT അധിഷ്ഠിത മേഖലയിലേക്ക് പോകാം. ഡാറ്റാ സയൻസിലും ഡാറ്റാ മാനേജ്മെൻറ്റും അതിനുള്ള വഴികൾ തുറക്കുകയാണ്. ഇങ്ങനെ ഏത് മേഖലയിലാണോ താല്പര്യം ആ മേഖലയിലേക്ക് ഇണങ്ങിയ രീതിയിലേക്കുള്ള കോഴ്സ് കണ്ടെത്താനാണ് അവർ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആത്യന്തികമായി അവരുടെ താല്പര്യം തന്നെയാണ് പ്രധാനം. അതിനപ്പുറം അവർ നോക്കേണ്ട കാര്യം അവരുടെ അഭിരുചിയാണ്. ഏത് വിഷയത്തോടാണോ താല്പര്യം, അഭിരുചി, ആ വിഷയത്തിന് ഇണങ്ങിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. അവരുടെ കഴിവും കഴിവുകേടുകളും നോക്കണം. ചില കോഴ്സുകൾ അവർക്ക് തീരെ അപ്രാപ്യമായിരിക്കും. അത്തരം കോഴ്സുകൾ ഉപേക്ഷിച്ച് പുതിയ താല്പര്യമുള്ള മേഖലയിലേക്ക് പോകണം. കോഴ്സിൻ്റെ പ്രസക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോഴ്സ് പഠിച്ചിറങ്ങിയാൽ വരുന്ന മാറ്റങ്ങളും വികസനവും സ്വപ്നം കാണണം. അതിനപ്പുറം പഠിക്കാനുള്ള വിദ്യാർത്ഥിയുടെ പ്രാപ്തി അതും പ്രധാനപ്പെട്ടതാണ്. ചില കോഴ്സുകൾക്ക് വലിയ ഫീ ആയിരിക്കും. വലിയ ഫീസ് താങ്ങാനുള്ള രക്ഷിതാവിൻ്റെ സാമ്പത്തിക ശേഷി, അതായത് അതും ഒരു പ്രാപ്തി എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം. ഇതിനപ്പുറം ആത്യന്തികമായി ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ടത് വിദ്യാർത്ഥിയുടെ ലക്ഷ്യം എന്താണ്. അവനോട് തന്നെ ചോദിക്കണം, എനിക്ക് എന്താവാനാണ് ആഗ്രഹം. വീണ്ടും ഒരു ചോദ്യം അവനോട് തന്നെ ചോദിക്കുക, ഇതിന് ഉതകുന്ന ഏത് കോഴ്സാണ്. ഇത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. സക്സസ് ഇൻ ലൈഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രധാനമായും 2 കാര്യങ്ങളാണ് ജീവിതത്തിൽ വിജയം നിശ്ചയിക്കുന്നത്: ദ റൈറ്റ് ചോയ്സ് ആൻഡ് ദ റൈറ്റ് ഇൻവോൾവ്മെൻറ്റ്. ഏത് രീതിയിലാണോ നിങ്ങൾ സെലക്ഷൻ നടത്തുന്നത്, ആ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എത്രത്തോളം വസ്തുതാപരമാണ്, എത്രത്തോളം ശരിയാണ്, ആ ശരിയായ തീരുമാനം എടുക്കാൻ അല്പം ആലോചിക്കേണ്ടി വരും. ആലോചിച്ച് ശരിയായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുന്നോട്ട് പോവുക. വിദ്യാഭ്യാസ മേഖലയിൽ, എസ്പെഷ്യലി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളിൽ തളരാതെ വളരെ പോസിറ്റീവ് മനോഭാവത്തോടുകൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണം. പ്രതിസന്ധിയിൽ തളരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ദിനംപ്രതി പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. പക്ഷേ വളരെ പോസിറ്റീവ് മനോഭാവത്തോടുകൂടി പഠിക്കണം. ആവശ്യമായ സ്കില്ലുകൾ കൈവരിക്കണം. പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം മെച്ചപ്പെടുത്തണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഓരോ വ്യക്തിയും തീരുമാനിക്കുന്നു, തൊഴിലിനിണങ്ങിയ സ്കില്ലുകൾ കൈവരിക്കാൻ ഞാൻ തയ്യാറാകും, ഞാനത് കൈവരിക്കും, അതിനിണങ്ങിയ മേഖലകളിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണെങ്കിൽ പിന്നെ എവിടെയാണ് തൊഴിലില്ലായ്മ? ലോകത്താകമാനം മൊത്തം മേഖലകളെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി കാർഷിക മേഖല, സെക്കൻഡറി വ്യവസായ മേഖല, ടേഴ്ഷ്യറി സേവന മേഖല, ഈ സേവന മേഖലയിലാണ് 68% തൊഴിലവസരങ്ങൾ വരുന്നത്. ഇതിനുതകുന്ന രീതിയിലേക്കുള്ള കോഴ്സുകൾ കണ്ടെത്തണം. ഒരുപക്ഷെ +2 ഏത് ഗ്രൂപ്പ് എടുത്താലും മാറാവുന്ന നിരവധി മേഖലകളുണ്ട്. അത് ബിരുദ പ്രോഗ്രാമുകളാവാം, ഇൻ്റഗ്രേറ്റഡ് നിയമ പ്രോഗ്രാമുകളാകാം, അതുപോലെ തന്നെ ഡിസൈൻ കോഴ്സുകളാകാം, മാനേജ്മെൻറ്റ് കോഴ്സുകളാകാം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളാകാം. ഇങ്ങനെ ഏത് മേഖലയിലേക്ക് മാറാവുന്ന കോഴ്സുകളുണ്ട്. ഞാൻ സയൻസ് പഠിച്ചു, സയൻസിൽ എനിക്ക് ഇഷ്ടമില്ല, ഇനി ഞാൻ ഏത് കോഴ്സിലേക്ക് പോകും? നിശ്ചയമായും താല്പര്യമുള്ള മേഖലയിലേക്ക് പോകാം. അതിനിണങ്ങുന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് ആവശ്യം. രക്ഷിതാക്കളുടെ താല്പര്യം ഒരു കോഴ്സായിരിക്കും, മക്കളുടെ താല്പര്യം വേറൊരു കോഴ്സായിരിക്കും, അധ്യാപകർ പറയുന്നത് വേറൊരു കോഴ്സായിരിക്കും. പക്ഷേ ഇതിനിടയിൽ ആത്യന്തികമായി ഒരു തീരുമാനമെടുക്കേണ്ട വിദ്യാർത്ഥിയാണ്. അവൻ എന്ത് പഠിക്കാനാണ് താല്പര്യം, എന്താവാനാണ് താല്പര്യം, അതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ്, അതിനുള്ള പാത്വേ എങ്ങനെയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചിട്ടയായ പഠനമാണ് ബിരുദത്തിന് വിദ്യാർത്ഥികൾക്ക് ആവശ്യം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ എന്ന കൂട്ടത്തിൽ പെടാതെ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ അവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.